ആ ശർമ്മിളയും കൂടെ ഇതുപോലെ ചോറും കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ഇടയ്ക്ക് പോയി വരണ 2 മണിക്കൂർ സമയം ലാഭിച്ചേനെ. നിങ്ങക്ക് വാതോർന്ന് പറയാൻ പാടില്ല അവളോട്, ദിവസം ചോറ് കൊണ്ടുവരണം, ഇങ്ങനെ സമയം കളയാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് കൊണ്ടുവന്നു 1-2 ദിവസമൊക്കെ. അങ്ങനെ 1-2 ദിവസം വല്ലപ്പോഴും കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ദിവസവും കൊണ്ടുവരാൻ പറയണം. അവൾക്കത് പറ്റൂല. അവൾക്ക് അവിടെ വീട്ടിൽ കുറെ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടേ ഗ്യാസ് ഇല്ല, അതില്ല. നീ പിന്നെ ചോറ് കുറച്ച് ഒരു പാത്രത്തിൽ ശർമ്മിളയ്ക്ക് കൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ ക്ലീറ്റന്റെ വിധം മാറ്റരുത്. എടുക്കണമെന്ന് നിർബന്ധമല്ല. ഞാൻ നിർബന്ധം ഉണ്ടായാലും തരുന്നില്ല. അവക്ക് ഞാൻ ചോറ് പൊതി കെട്ടി കൊടുത്തു വിടാം. എനിക്ക് അല്ലെങ്കിൽ തന്നെ ആ സാധനത്തിനെ കണ്ടുകൂടാ. എനിക്ക് ഉള്ള കുളുങ്ങി കുണിയുള്ള നടപ്പും ഫോണിൽ കൂടിയുള്ള കുണുകുണു വർത്താനും. എനിക്ക് കുറച്ച് ചോറ് അധികം എടുത്തോ. ഉച്ചയ്ക്ക് വിശപ്പ് ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലുണ്ട്. കുറച്ച് ചോറ് ആണോ? എന്നാ 2 എണ്ണത്തിൽ എടുക്കട്ടെ. ആണോ? വിശപ്പ് അത്രയ്ക്ക് ഉണ്ടെങ്കിലേ വല്ല കൊക്കോപ്പുഴോ ക്രിമിയോ ആയിരിക്കും. നിങ്ങൾ ഞാൻ തരുന്നത് അങ്ങ് കഴിച്ചാ മതി. കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാന്നേ. ആണോ? പിന്നെ ക്ലീറ്റോ ചേച്ചൻ പോവാറായോ? പിന്നെ അല്ല, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ, സീരിയസ് ആയിട്ടാണ്? അപ്പൊ കുറച്ച് സമയം അധികം വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വൈകുന്നേരം വരെ ഓഫീസിൽ നിന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ നീ എന്നെ വിളിക്ക്. അല്ല, വിളിച്ചാ പിന്നെ ഫോൺ എടുക്കുമല്ലോ. തിരക്കായിരിക്കും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ ഇവളോട് കാര്യങ്ങൾ പറഞ്ഞോ. ബാക്കി ഞാൻ വന്നിട്ട് ഇവിടെ നീ ഇവിടെ ചേട്ടത്തിക്ക് അറിയാവുന്ന കാര്യം എനിക്ക് അച്ചാച്ചനോടാ. ഇപ്പൊ നിൽക്കാനുള്ള സമയമല്ല, കുറെ തിരക്കുണ്ട്. പോയിട്ടെ, കുറെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതല്ലേ നീ ഞാൻ വൈകിട്ട് വന്നിട്ട് കാണാം. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏത് സ്പ്രേ അടിച്ചേക്കുന്നേ? നല്ല മണം ആണോ? പിന്നെ അവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളു, ഇത്രയും മണമുള്ള സ്പ്രേ ഒന്നും അടിക്കരുതെന്ന് പറയണം കേട്ടോ.